അമ്മൂമ്മ എനിക്ക് ഫുഡ് വാരി തന്നാ വാരി തരാലോ. മോനിന്ന് രാവിലെയാണോ ട്യൂഷൻ? ഓ. മോന്റെ അച്ഛൻ എപ്പം വരും? അച്ഛൻ ഉടനെ ലീവില്ലാന്നാ പറഞ്ഞു. അപ്പം വെക്കേഷന് മോൻ അങ്ങോട്ട് പോകുന്നുണ്ടോ? അച്ഛൻ വെക്കേഷന് വരാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞ അമ്മൂമ്മനെ അപ്പൂപ്പനെ വീട് ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റൂല. നിങ്ങൾ പോകാണ്ടിരിക്കണ്ട മക്കളെ, നമ്മൾ എവിടെയെങ്കിലും പോയിക്കോളാം. അമ്മൂമ്മക്ക് വേറെ വീടുണ്ടോ? ആകെ ഉള്ളത് ഇതായിരുന്നു മോനെ. ബാക്കി കൂടെ പറ കേക്കട്ടെ. ഇതെനിക്ക് അങ്ങോട്ട് എഴുതി തന്നു, അതങ്ങോട്ട് അബദ്ധമായി പോയി. ഇതല്ലേ മനസ്സില്? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ചക്ക, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഇവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചു കഴിക്കരുതെന്ന്. കൈ നോക്ക്, ഫുൾ പൊടി അഴുക്കായിട്ടിരിക്കുക. മര്യാദയ്ക്ക് കൈ കഴുക പോലും ഇല്ല. ഞാൻ കൈ കഴുകിയതാ മോളെ. ദേ, എന്നെ വെറുതെ മോളെ ഒന്നും വിളിക്കണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീട് എഴുതി തന്നത് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയെന്ന്. അതുകൊണ്ട് എന്താ, ഈ വീട് ഇപ്പൊ ഒരു വീടായിട്ട് ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് കയറി അയ്യെന്ന് പറയില്ലല്ലോ. എന്താ മോളെ അങ്ങനെ ഒരു വർത്തമാനം? ഇതിനു മുമ്പ് ഇത് വീടല്ലായിരുന്നോ? നീ കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചൂടെ ഇട്ടു? ആഹാ, ഇപ്പൊ നിങ്ങളുടെ വീടിന് ഞാൻ വാങ്ങിച്ചിട്ട് ഫർണിച്ചറിനൊക്കെ കണക്കായല്ലേ? കൊള്ളാലോ തന്തിൻ തള്ളി. അങ്ങനെയൊന്നും അല്ല മോളെ പറഞ്ഞത്. ഒന്നുമല്ലെങ്കിൽ നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളല്ലേ? ആ, അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് 4 നേരം മൂക്കുമുട്ട വിഴുങ്ങാൻ തരുന്നില്ലേ? അതെന്നെ ധാരാളം. മോളെ, ആഹാരം കഴിക്കുന്നതിന്റെ കണക്ക് പറയല് അത് ഭയങ്കര പാവമാണ്. ആ പാപം ഞാൻ അങ്ങോട്ട് സഹിച്ചു. മനസ്സിലായ? പോയി ബാഗ് എടുത്തിട്ട് വാ. അവസാനമായിട്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേല എന്റെ കൊച്ചിന് വാരി കൊടുക്കണം, കൊഞ്ചിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കരുത്. അങ്ങനെ ഞാൻ മേല ചെയ്താ ഇനി ഞാൻ വായിന്ന് വർത്താനല്ല ഉണ്ടാവും. ഇനി ഇത് ആവർത്തിക്കില്ല മോളെ. ആവർത്തിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. നിങ്ങൾ വാ കഴിക്ക്. എന്ത് വാ കഴിക്കുന്നേ? അവനെ കൊണ്ട് വിട്ടിട്ട് ഊട്ടിയാ മതി. കഴിക്കുട്ടാ, വാ നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യും. അവിടെ ഭക്ഷണം കിടക്കണ കണ്ടില്ലേ? ആരെങ്കിലും വന്ന് കണ്ടിട്ടാ